ഇത് തിരൂരത്തെ വിളക്കുമട തുരുത്താണ്. ഏതാണ്ടും 12 സെൻറ്റോളം വിസ്തീർണമുള്ളൊരു തുരുത്താണിത്. ഈ തുരുത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കം ഉണ്ടാകണം. കാരണം ഞങ്ങളുടെ കുഞ്ഞിലെ തന്നെ ഇവിടെ ഒരു ഒറ്റമുറിയുള്ളൊരു കെട്ടിടവും ഇവിടെ ഒരു വിളക്കാരും ഉണ്ടായിരുന്നു. ഒരു പക്ഷേ ഇത് സ്ഥാപിക്കാൻ കാരണം നമുക്ക് ഇന്നത്തെ കൂട്ട് വൈദ്യുതി ഒന്നും ഇല്ലാഞ്ഞൊരു കാലഘട്ടത്തിൽ ഇതിലൂടെ പോകുന്ന വള്ളങ്ങൾക്ക്, കേവ് വള്ളങ്ങൾക്കും മറ്റും, അന്ന് യാത്ര വള്ളങ്ങളാണല്ലോ, അവർക്ക് കടന്നു പോകുമ്പോൾ ദിശ അറിയാൻ വേണ്ടി സ്ഥാപിച്ചതാകണം. എന്താണെന്ന് വെച്ചാൽ വേറെ ഇവിടെ മറ്റൊന്നുമില്ല. ആ രീതിയിൽ സ്ഥാപിച്ചിട്ടുള്ള ഒരു വിളക്കുമാളമാണിത്. ഇതിന് വിളക്ക് കത്തിക്കാനായിട്ട് നിത്യേനെ സർക്കാർ നിയോഗിച്ച അന്നത്തെ കാലഘട്ടത്തിൽ ആൾക്കാരുണ്ടായിരുന്നു. വിളക്ക് കത്തിച്ച് ഇവിടെ വന്ന ആൾക്കാർ ഇരുന്ന് സുഖമായിട്ട് വന്നിരുന്ന് കാറ്റുകൊള്ളുന്ന സ്ഥലം കൂടിയായിരുന്നു. ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിൽ പരാതി കൊടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഇവിടെ വന്ന് പല പ്രാവശ്യം വന്ന് പരിശോധന നടത്തി അവസാനം ടൂറിസം ഡെസ്റ്റിനേഷൻ ചലഞ്ചിൽപ്പെടുത്തി ഇത് റിനോവേറ്റ് ചെയ്യാമെന്ന് ഇപ്പോൾ സമ്മതിച്ചിരിക്കുകയാണ്. അപ്പോൾ അന്ന് ഈ മുഴുവൻ കെട്ടുവളത്തിലാണല്ലോ യാത്രകൾ മുഴുവനൊക്കെ. അപ്പം അവർക്ക് ഈ ദിശ അറിയാനായിട്ടുള്ള ഒരു കോർണർ, കാരണം ഈ അങ്ങേ ഏറ്റവും പോലെ തണ്ണീർമുക്കത്തിൻ്റെ അവിടെ മുതൽ ഈ ഭാഗം വരെ വന്നാലും എവിടെ നിന്നാലും ഈ കോർണർ കിട്ടും. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ഒരു ഐതിഹ്യം പറഞ്ഞു കേൾക്കുന്നുണ്ട്. പണ്ട് കാലത്ത് ശ്രീരാമൻ ഇവിടെ ഉണ്ടായിരുന്ന ഒരു സങ്കല്പം. ഇതവർ പറയുന്നത് അവിടെ ഒരു മീൻ പിടിക്കാൻ പോകുന്നവർ ഒരിക്കലും ഇവിടെ വന്നപ്പോൾ വള്ളം മുങ്ങിപ്പോയെന്നും അദ്ദേഹം വല തപ്പി താഴ്ത്തി വന്നപ്പോൾ ശ്രീരാമനും സീതയും കൂടി ഇരുന്ന് ചക്കപ്പഴം തിന്നുമായിരുന്നെന്നും അതിനകത്ത് ഒരു കുരു കൊടുത്തെന്നും ആ കുരു ഇവിടെ മാങ്കാവ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, ക്ഷേത്രം, അവിടെ കൊണ്ടുപോയിട്ട് കിളിപ്പിച്ച് ആ പ്ലാവ് അവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് പോകുമ്പോൾ ഞങ്ങളുടെയൊക്കെ കൊച്ചുകാലത്ത് അവിടെ ഒരു പ്ലാവുണ്ട്, അത് ഇതാണെന്ന് പറയുമായിരുന്നു. പക്ഷേ ആ പ്ലാവ് പിന്നെ അതിന് ശേഷം വീണുപോയി. ഒരിക്കലും കഴിഞ്ഞ PJ ജോസഫ് മന്ത്രിയായിരുന്ന, ഇറിഗേഷൻ വകുപ്പ് മന്ത്രിയായിരുന്നൊരു സമയത്ത് അന്ന് ഞങ്ങൾ ബന്ധപ്പെട്ടൊരു 35 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയായിരുന്നു. ചുറ്റും കല്ല് കെട്ടി ഇവിടെ ഇരിക്കാനുള്ള ഇരിപ്പിടം ഇട്ട് സോളാർ ലൈറ്റുകൾ സ്ഥാപിച്ച് ഇത് റിനോവേറ്റ് ചെയ്യാൻ വേണ്ടി അന്ന് ഇങ്ങനെ ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കിയാണ് ഇറിഗേഷൻ വകുപ്പ്. പക്ഷേ അതിന് ശേഷം അതിൻ്റെ നടപടിയൊന്നും ഉണ്ടാവില്ല. ഇങ്ങനെ ഇരിക്കുന്നത് ഇത് നമുക്കൊന്ന് നന്നാക്കി എടുത്തു കഴിഞ്ഞാൽ നന്നായിരുന്നു. നല്ലൊരു ടൂറിസ്റ്റിന് പറ്റിയൊരു സ്ഥലമാണ്. ഇത്രയും നല്ലൊരു സ്ഥലം വേറെ ഇല്ലെന്നാണ് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വന്നവരും പറയുന്നത്. എല്ലാ വർഷവും കാണാം. ഇവിടെ ഒരു ടെലിസ്കോപ്പൊക്കെ സ്ഥാപിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഭംഗിയാക്കി എടുക്കാൻ പറ്റുമെന്നാണ് അവർ പറയുന്നത്.